പ്രിയമുള്ള കുട്ടികളെ, അടുത്ത ടോപ്പിക്കിലേക്ക് നാം കടക്കുകയാണ്. പാർശ്വിക വിപര്യം, ലാറ്ററൽ ഇൻവേർഷൻ എന്നതാണ് നമ്മുടെ ടോപ്പിക്കിന്റെ പേര്. എന്താണ് ഈ പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങളുടെ പാഠപുസ്തകത്തിൽ ഒരു ചിത്രം നൽകിയിരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ. ഒരു കുട്ടി കണ്ണാടിയിൽ നോക്കി കൈ ഉയർത്തുന്നതിന്റെ ചിത്രമാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. ഈ ഒരു അനുഭവം ചിലപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. ഇവിടെ കുട്ടി ഇടതു കൈയാണ് ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്. എന്നാൽ കണ്ണാടിയിൽ കുട്ടിയുടെ വലതു കൈയാണ് ഉയർന്നു നിൽക്കുന്നതായി അനുഭവപ്പെടുന്നത്. ഈ ഒരു പ്രതിഭാസത്തെ പാർശ്വിക വിപര്യം എന്നാണ് പറയുക, ലാറ്ററൽ ഇൻവേർഷൻ. എന്താണ് ഈ പാർശ്വിക വിപര്യം അഥവാ ലാറ്ററൽ ഇൻവേർഷൻ എന്ന് പറയുന്നത്? പ്രതിബിംബങ്ങൾ ഉണ്ടാകുമ്പോൾ പാർശ്വഭാഗം വിപരീത ദിശയിൽ കാണപ്പെടുന്നതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുക. അതായത് ഇടതുവശം വലതുവശമായും വലതുവശം ഇടതുവശമായും നമുക്ക് തോന്നലുണ്ടാവുന്നതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുക. ഇത് അല്പം കൂടി വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് വിക്ടേഴ്സ് ചാനലിൽ ക്ലാസ് അവതരിപ്പിച്ചപ്പോൾ ആ തുടങ്ങിയ അക്ഷരങ്ങൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണം. അത് എല്ലാവരും ഓർക്കുന്നുണ്ടാവുന്നു എന്ന് കരുതുന്നു. ഷിഫ്റ്റ് ഓഫ് ദ ലാറ്ററൽ സൈഡ് ഓഫ് ദ ഇമേജസ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ while looking in a mirror is called lateral inversion. ദർപ്പണത്തിൽ നോക്കുന്ന സമയത്ത് പ്രതിബിംബങ്ങളിൽ പാർശ്വഭാഗം വിപരീത രീതിയിൽ കാണപ്പെടുന്നതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുന്നത് എന്ന് നാം മനസ്സിലാക്കി. അല്പം കൂടി വ്യക്തമായി മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ വീട്ടിലുള്ള നിലക്കണ്ണാടിയുടെ മുൻപിൽ പോയി ഒന്ന് നിന്ന് നോക്കുക. വാച്ച് കെട്ടിയ അല്ലെങ്കിൽ വളയിട്ട ഇടത് കൈ ഉയർത്തിപ്പിടിച്ച് നോക്കുമ്പോൾ കണ്ണാടിയിലെ പ്രതിബിംബത്തിന്റെ ഏത് കൈയാണ് ഉയർന്നു നിൽക്കുന്നത് എന്ന് ശ്രദ്ധിക്കുക. വാച്ച് കെട്ടിയ അല്ലെങ്കിൽ വളയിട്ട കൈ തന്നെയായിരിക്കും ഉയർന്നു നിൽക്കുന്നത്. പക്ഷേ കണ്ണാടിയിലെ ചിത്രത്തിൽ അത് വലത് കൈ ആയിട്ട് അനുഭവപ്പെടുന്നുണ്ട്. ഇതിനെയാണ് പാർശ്വിക വിപര്യം എന്ന് പറയുക. ഈ പാഠഭാഗവുമായി ബന്ധപ്പെടുത്തിയുള്ളതും നിങ്ങളിൽ പലർക്കും തോന്നിയിട്ടുള്ളതുമായ ഒരു സംശയമാണ് അടുത്തതായി നാം പറയുക. ആംബുലൻസ് എന്ന പേർ അങ്ങനെ എഴുതാനുള്ള കാരണം എന്താണ്? ആംബുലൻസ് വഴിയിൽ കൂടി കടന്നു പോകുന്ന സമയത്ത് നിങ്ങളിൽ പലർക്കും ഈ സംശയം ഉണ്ടായിട്ടുണ്ടാവും. എന്തുകൊണ്ടാണ് ആംബുലൻസിന്റെ പേര് അങ്ങനെ തിരിച്ച് എഴുതിയിരിക്കുന്നത് എന്ന്. ഈ പാർശ്വിക വിപര്യം തന്നെയാണ് ഇതിന്റെ പിന്നിലെ തത്വം. ആംബുലൻസിന്റെ മുമ്പിൽ ഉള്ള പേര് ആരാണ് വായിക്കുന്നത്, അല്ലെങ്കിൽ ആരാണ് വായിക്കേണ്ടത്? ആംബുലൻസിന്റെ മുൻപിൽ പോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാരാണ് അത് വായിക്കേണ്ടത്, അല്ലേ? അപ്പോൾ ആ ഡ്രൈവർ കണ്ണാടിയിൽ കൂടിയാണ് പുറകിൽ കൂടിയുള്ള വാഹനങ്ങളെ കാണുക. റിയർ വ്യൂ മിററുകളിൽ കൂടിയാണ് പുറകിലുള്ള വാഹനങ്ങളെ ഡ്രൈവർമാർ കാണുന്നത്. കണ്ണാടിയിൽ കൂടി കാണുമ്പോൾ എഴുതിയിരിക്കുന്നത് നേരെ വായിക്കണമെങ്കിൽ ഇത്തരത്തിൽ വിപരീത ദിശയിൽ എഴുതിയെങ്കിൽ മാത്രമേ അവർക്ക് വ്യക്തമായി വായിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത്തരത്തിൽ തിരിച്ച് എഴുതിയിരിക്കുന്നത്. കണ്ണാടിയിൽ കൂടെ കാണുന്ന ഡ്രൈവർക്ക് ആംബുലൻസ് എന്ന് വ്യക്തമായി വായിക്കാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഒരു ആംബുലൻസിന്റെ പുറകുവശത്ത് എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് ശരിയായ രീതിയിൽ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം എന്താണ്? ആംബുലൻസിന്റെ പുറകിലുള്ള ബോർഡ് വായിക്കുന്നത് നേരിട്ട് തന്നെയാണ്, ഒരു ദർപ്പണത്തിന്റെ സഹായത്തോടു കൂടിയല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ എഴുതുന്നത് എന്ന സംശയം മാറിയിട്ടുണ്ടാവുമല്ലോ. പാർശ്വിക വിപര്യം എന്ന പ്രതിഭാസമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നാം സമതല ദർപ്പണത്തിൽ പ്രതിബിംബങ്ങൾ രൂപപ്പെടുന്നത് എങ്ങനെയാണ് എന്ന് കണ്ടു കഴിഞ്ഞു, അല്ലേ? എന്തൊക്കെയാണ് ഒരു സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകൾ എന്ന് നമുക്ക് നോക്കാം. വസ്തുവിന്റെ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും. The size of the image will be the same as that of the object. വസ്തുവിന്റെ അതേ വലിപ്പം തന്നെയായിരിക്കും പ്രതിബിംബത്തിനും ഉണ്ടായിരിക്കുക. സംശയമുണ്ടെങ്കിൽ കണ്ണാടിയുടെ മുമ്പിൽ ഒന്ന് നിന്ന് നോക്കുക. നിങ്ങളുടെ അതേ വലിപ്പം തന്നെയാണോ പ്രതിബിംബത്തിനും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. രണ്ടാമത്തെ പ്രത്യേകതയാണ് വസ്തുവും ദർപ്പണവും തമ്മിലുള്ള അകലവും ദർപ്പണവും പ്രതിബിംബവും തമ്മിലുള്ള അകലവും
തുല്യമാണ് എന്നുള്ളത്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇമേജ് ആൻഡ് ദ മിറർ ഈസ് ഈക്വൽ ടു ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഒബ്ജക്റ്റ് ആൻഡ് ദ മിറർ. നാമും കണ്ണാടിയും നാം കണ്ണാടിയിൽ നോക്കുമ്പോൾ നാമും ദർപ്പണവും തമ്മിലുള്ള അതേ അകലം തന്നെയായിരിക്കും ദർപ്പണത്തിൽ രൂപീകരിച്ചിരിക്കുന്ന പ്രതിബിംബവും ദർപ്പണവും തമ്മിലുള്ള അകലവും. പ്രതിബിംബത്തിന് പാർശ്വിക വിപര്യം സംഭവിച്ചിരിക്കും. The image will undergo lateral inversion. So, these are the properties of an image which is formed in a plane mirror. സമതല ദർപ്പണത്തിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തിന്റെ സവിശേഷതകളാണ് നാം ഇതുവരെ ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ആ ക്ലാസ്സിൽ നടത്തിയ പരീക്ഷണം ഓർമ്മയുണ്ടാവുമല്ലോ. ആ പരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പട്ടിക പൂർത്തിയാക്കുക. അലുമിനിയം ഫോയിൽ ഒട്ടിച്ചെടുത്ത ഒരു ഷീറ്റ് 3 രീതിയിൽ പിടിച്ചുകൊണ്ട് അതിൽ മുഖം നോക്കാനാണ് ആവശ്യപ്പെട്ടിരുന്നത്. ഷീറ്റ് നിവർത്തി വെച്ച് മുഖം നോക്കുമ്പോൾ പ്രതിബിംബത്തിന്റെ സവിശേഷത എന്താണ്? പ്രതിബിംബത്തിന് വസ്തുവിന്റെ അതേ വലിപ്പമാണ്, നിവർന്നതുമാണ് എന്ന് കാണാൻ സാധിക്കും. എന്നാൽ ഈ ഷീറ്റ് മുന്നോട്ട് വളച്ചു വെച്ച് മുഖം നോക്കുന്ന സമയത്ത് വസ്തുവിനേക്കാൾ വലിപ്പം കുറവായതായി നമുക്ക് കാണാൻ സാധിക്കും. പിന്നോട്ട് വളച്ചു വെച്ച് മുഖം നോക്കിയാലോ വസ്തുവിനേക്കാൾ വലിപ്പം കൂടുതലുമായിരിക്കും. നിവർന്ന ഷീറ്റിൽ വസ്തുവിന്റെ അതേ വലിപ്പം, സെയിം സൈസ് ആസ് ദാറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ്. മുന്നോട്ട് വളച്ചു വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ വസ്തുവിനേക്കാൾ വലിപ്പം കുറവ്. ഇതുവരെ നാം ചർച്ച ചെയ്തത് സമതല ദർപ്പണങ്ങളെ കുറിച്ചാണ്. എന്താണ് സമതല ദർപ്പണങ്ങൾ എന്ന് ഓർക്കുന്നുണ്ടല്ലോ? ഉപരിതലം സമതലമായിട്ടുള്ള ദർപ്പണങ്ങളാണ് സമതല ദർപ്പണങ്ങൾ. എന്നാൽ മറ്റു തരത്തിലുള്ള ദർപ്പണങ്ങളുമുണ്ട്. ഗോളീയ ദർപ്പണങ്ങൾ എന്നാണ് അവ അറിയപ്പെടുക. ഒരു ഗോളത്തിന്റെ ഭാഗമായി വരുന്ന തരത്തിലുള്ള ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളെ ഗോളീയ ദർപ്പണങ്ങൾ എന്നാണ് പറയുക. നമുക്കേവർക്കും പരിചയമുള്ള നാം മുഖം നോക്കുന്നതിന് ഉപയോഗിക്കുന്ന കണ്ണാടി സമതല ദർപ്പണത്തിന് ഉദാഹരണമാണ്. ഇറ്റ്സ് എ പ്ലെയിൻ മിറർ. ഇനി 2 തരത്തിലുള്ള ഗോളീയ ദർപ്പണങ്ങളുണ്ട്. ഏതൊക്കെയാണ് 2 തരത്തിലുള്ള ഗോളീയ ദർപ്പണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി കോൺകേവ് ദർപ്പണം. പ്രതിപതന തലം ഉള്ളിലേക്ക് വളഞ്ഞ തരത്തിലുള്ള ദർപ്പണമാണ് കോൺകേവ് ദർപ്പണം. വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ക്ലാസ്സിൽ പരീക്ഷണം ചെയ്ത് കാണിച്ചത് ഓർമ്മയുണ്ടാവും. ഒരു പ്ലാസ്റ്റിക് പന്തെടുത്ത് അതിൻ്റെ ഒരു ഭാഗം മുറിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ഒരു അലുമിനിയം ഫോയിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഒരു കോൺകേവ് ദർപ്പണമായി. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ദർപ്പണം. അതുമല്ലെങ്കിൽ ഒരു പുതിയ സ്റ്റീൽ സ്പൂണിൻ്റെ ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗത്ത് മുഖം നോക്കിയാൽ എന്താണോ കാണുന്നത് അത് ഒരു കോൺകേവ് ദർപ്പണമാണ്. അപ്പോൾ കോൺകേവ് ദർപ്പണം എന്ന് പറയുന്നത് പ്രതിപതന തലം ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്ന തരം ദർപ്പണമാണ്. എന്നാൽ പ്രതിപതന തലം നേരെ തിരിച്ച് പുറത്തേക്ക് വളഞ്ഞിരിക്കുന്ന തരത്തിലുള്ള ദർപ്പണങ്ങളെ കോൺവെക്സ് ദർപ്പണം എന്നാണ് പറയുക. പ്രതിപതന തലം പുറത്തേക്ക് വളഞ്ഞത്. നാം നേരത്തെ കണ്ട അതേ ഉദാഹരണം, അതായത് ഒരു പ്ലാസ്റ്റിക് ബോൾ മുറിച്ചെടുത്ത് അതിൻ്റെ പുറം വശത്ത് അലുമിനിയം ഫോയിൽ ഒട്ടിച്ചു കഴിഞ്ഞാൽ അത് ഒരു കോൺവെക്സ് ദർപ്പണമായി. ഈ പുതിയ പദങ്ങൾ ഓർത്തിരിക്കാൻ ഒരു എളുപ്പമാർഗമുണ്ട്. കോൺകേവ് ദർപ്പണം എന്താണ്? പ്രതിപതന തലം ഉള്ളിലേക്ക് വളഞ്ഞതാണ്. കേവ് എന്ന വാക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. ഇംഗ്ലീഷിൽ കേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഗുഹ എന്നാണ് അർത്ഥം, അല്ലേ? ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്ന ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതിയാവും. കോൺകേവ് ദർപ്പണം എന്ന് പറഞ്ഞാൽ പ്രതിപതിക്കുന്ന പ്രതലം ഉള്ളിലേക്ക് വളഞ്ഞിരിക്കുന്നതാണ് കോൺകേവ് ദർപ്പണം, പുറത്തേക്ക് വളഞ്ഞിരിക്കുന്നത് കോൺവെക്സ് ദർപ്പണവുമാണ് എന്ന് ഓർത്തിരിക്കും. സ്ഫെറിക്കൽ മിറേഴ്സ്. A mirror which is made from a part of a hollow sphere is called spherical mirror. 3 types of mirrors are there. Plane mirror, reflecting surface is plane. Convex mirror, reflecting surface is curved outward, and concave mirror, reflecting surface is curved inward. ഉള്ളിലേക്ക് കുഴിഞ്ഞിരിക്കുന്നത് കോൺകേവ് മിററും പുറത്തേക്ക് കുഴിഞ്ഞിരിക്കുന്നത് കോൺവെക്സ് മിററുമാണ്. ഒരു കോൺകേവ് ദർപ്പണം അകലെയുള്ള വസ്തുക്കൾക്ക് അഭിമുഖമായി പിടിച്ച ശേഷം അതിൽ തട്ടി പ്രതിപദിച്ചു വരുന്ന പ്രകാശം ചുമരിലോ അടുത്തുള്ള വെള്ള സ്ക്രീനിലോ പതിപ്പിച്ച് നോക്കുക.
പിക്ചേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ക്ലാസ്സിൽ കണ്ട പരീക്ഷണം ഓർത്തു നോക്കുക. പ്രതിബിംബം ഉണ്ടാവുന്നത് കാണുവാനായി സാധിക്കും. എന്തൊക്കെയാണ് ഈ പ്രതിബിംബത്തിൻ്റെ പ്രത്യേകതകൾ? പ്രതിബിംബം വസ്തുവിനേക്കാട്ടിലും ചെറുതാണ് എന്ന് കാണാൻ സാധിക്കും. മാത്രമല്ല, അത് തലകീഴായ പ്രതിബിംബമാണ്. വസ്തുവിനേക്കാൾ ചെറുതും തലകീഴായതും എന്നാൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ പറ്റുന്നതുമായ രീതിയിലുള്ള പ്രതിബിംബമാണ് ഉണ്ടാവുന്നത് എന്ന് കാണാൻ സാധിക്കും. ഇതേ പരീക്ഷണം ഒരു കോൺവെക്സ് ദർപ്പണം ഉപയോഗിച്ച് ആവർത്തിച്ച് നോക്കിയാൽ പ്രതിബിംബം രൂപീകരിക്കാൻ സാധിക്കില്ല എന്ന് കാണാൻ സാധിക്കും. വസ്തുവിൻ്റെ പ്രതിബിംബം നമുക്ക് കോൺവെക്സ് ദർപ്പണത്തിൽ കാണാൻ സാധിക്കും, പക്ഷേ പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണാനായി സാധിക്കും. ഇതേ പരീക്ഷണം ഒരു സമതല ദർപ്പണം ഉപയോഗിച്ച് ചെയ്തു നോക്കിയാലോ? നാം മുഖം നോക്കാൻ ഉപയോഗിക്കുന്ന ഒരു സമതല ദർപ്പണം ഉപയോഗിച്ച് ഇതേ പരീക്ഷണം ആവർത്തിച്ചു നോക്കിയാൽ ഇവിടെയും പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിൽ ഏത് ദർപ്പണം ഉപയോഗിക്കുമ്പോഴാണ് പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നത്? ഒരു കോൺകേവ് ദർപ്പണം ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്നത്. കോൺവെക്സ് ദർപ്പണം ഉപയോഗിക്കുമ്പോഴും പ്ലെയിൻ മിറർ സമതല ദർപ്പണം ഉപയോഗിക്കുമ്പോഴും പ്രതിബിംബം സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണാൻ സാധിക്കും. Hold a concave mirror in front of a distant object and direct the reflected light towards a wall or a white screen. Move the mirror toward or backward till the image becomes clear. നാം നേരത്തെ കണ്ട അതേ പരീക്ഷണം. What are the peculiarities of the image? An inverted, diminished and real image is obtained on the screen. An inverted തലകീഴായതും diminished ചെറുതായതും and real image, എന്താണ് റിയൽ ഇമേജ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. Obtained on the screen. Repeat this experiment using a convex mirror. Image cannot be caught on the screen. സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് കാണാനായി സാധിക്കും. Repeat this experiment using a plane mirror. ഒരു പ്ലെയിൻ മിറർ ഉപയോഗിച്ച് പരീക്ഷണം ചെയ്താലോ? Image cannot be caught on the screen. Which mirror is capable of making the image fall on the screen? A concave mirror. While using convex mirror and plane mirror, image cannot be caught on the screen. അപ്പോൾ ഒരു കോൺകേവ് മിറർ ഉപയോഗിച്ച് മാത്രമേ നമുക്ക് സ്ക്രീനിൽ പ്രതിബിംബം പതിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് കണ്ടു. കോൺവെക്സ് മിറർ ഉപയോഗിക്കുമ്പോഴും സമതല ദർപ്പണം ഉപയോഗിക്കുമ്പോഴും സ്ക്രീനിൽ ഇമേജ് പതിപ്പിക്കാൻ സാധിക്കുന്നില്ല. ഇത്തരത്തിൽ സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നതും പതിപ്പിക്കാൻ സാധിക്കാത്തതുമായ ഇമേജുകളെ പ്രത്യേക പേരിലാണ് നാം വിളിക്കുന്നത്. അത് എന്താണ് എന്ന് നോക്കാം. യഥാർത്ഥ പ്രതിബിംബം. സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയുന്ന പ്രതിബിംബത്തെ യഥാർത്ഥ പ്രതിബിംബമെന്ന് പറയുന്നു. ദി ഇമേജ് വിച്ച് ക്യാൻ ബി കോട്ട് ഓൺ എ സ്ക്രീൻ ഈസ് കോൾഡ് എ റിയൽ ഇമേജ്. എല്ലാ സാഹചര്യങ്ങളിലും പ്രതിബിംബത്തെ സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കില്ല എന്ന് നാം കണ്ടു. നമുക്ക് ഒരു കോൺകേവ് മിറർ ഉപയോഗിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇമേജ് സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നത് എന്ന് നാം കണ്ടു. കോൺവെക്സ് മിറർ ഉപയോഗിക്കുമ്പോഴും സമതല ദർപ്പണം പ്ലെയിൻ മിറർ ഉപയോഗിക്കുമ്പോഴും സ്ക്രീനിൽ പതിപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് കണ്ടു. എന്നാൽ അതേസമയം പ്രതിബിംബം കണ്ണാടിയിൽ ഉണ്ടാവുന്നുമുണ്ട്. അത്തരത്തിലുള്ള പ്രതിബിംബത്തിനെ മിഥ്യാപ്രതിബിംബം എന്നാണ് പറയുക. ദർപ്പണത്തിനുള്ളിൽ കാണുന്നതും സ്ക്രീനിൽ പതിപ്പിക്കാൻ കഴിയാത്തതുമായ പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം എന്ന് പറയുന്നു. The image which is formed inside the mirror but cannot be caught on a screen is called virtual image. ദർപ്പണത്തിൽ പതിപ്പിക്കാൻ സാധിക്കാത്ത പ്രതിബിംബത്തെ മിഥ്യാപ്രതിബിംബം അഥവാ വെർച്വൽ ഇമേജ് എന്നാണ് പറയുക. സമതല ദർപ്പണത്തിലും കോൺവെക്സ് ദർപ്പണത്തിലും ഉണ്ടാവുന്ന പ്രതിബിംബങ്ങൾ വെർച്വൽ ഇമേജ് അഥവാ മിഥ്യാപ്രതിബിംബമാണ്. താങ്ക് യു.